നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ പല രീതിയിലുള്ള വൈറസുകളും അറ്റാക്ക് ചെയ്യും. പല രീതിയിലുള്ള വൈറസുകൾ എന്ന് വെച്ചാൽ നമ്മളെ ഫോണ് പല രീതിയിലും ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്യുന്നത് ഒരു വൈറസ്, നമ്മളെ ഫോണ് കയറി പറ്റുന്ന ഒരു വൈറസ് കൂടെ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനാവും. അത് മാത്രമല്ല, നമ്മളെ ഫോൺ ഡാമേജ് ആക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള വൈറസുകൾ ഉണ്ടാവും. ഈ വൈറസുകൾ സാധാരണക്കാരൻ്റെ ഒരു ഫോണിൽ വൈറസുകൾ എത്തിപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ കൂടെ, നമ്മൾ ഫോണിലുള്ള ഫയലുകളിൽ കൂടെ, അതുപോലെ സ്പാം ലിങ്ക് കൂടെ ഒക്കെയാണ്. നമ്മളെ ഫോണിലുള്ള ഫയലുകളിലായാലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ലിങ്കിലായാലും ഏതിലായാലും വൈറസ് ഉണ്ടോ ഇല്ലയോ ഇതൊന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെയ്യുക? നമുക്ക് നമ്മളെ ഫോണിലുള്ള ഓരോ ഫയലും അല്ലെങ്കിൽ ഓരോ ലിങ്കും നമുക്കൊന്ന് ചെക്ക് ചെയ്യുക വൈറസ് ഉണ്ടോ എന്ന്. ഇതിന് നമുക്ക് ആപ്പും കോപ്പും ഒന്നും വേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് വൈറസ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ വൈറസ് ടോട്ടൽ എന്നുള്ള സൈറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫയലും അല്ലെങ്കിൽ ഏതൊരു ലിങ്കും വൈറസ് ഉണ്ടോ എന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്യാനാവും. എങ്ങനെ? ഇവിടെ മേലെ ഫയല്, URL, സെർച്ച്, ഇങ്ങനെ 3 ടാബ് ഉണ്ട്. ഈ ഫയലിൽ നമുക്ക് ചൂസ് ഫയൽ എന്നുള്ളത് കൂടെ ഫോണിലെ ഏതൊരു ഫയലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് അതിലെങ്ങനെയാണ് വൈറസ് ഉണ്ടോന്ന് ഈ വൈറസ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്, അതിന്റെ സ്കാനിങ് എങ്ങനെയാണ്, അതിലെന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരിക ഒക്കെ ഒന്ന് നോക്കാം. ഈ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ ഏത് ഫയലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് വാട്സപ്പ് കൂടെ എനിക്ക് വന്ന ഒരു ഡോക്യുമെന്റ്, ഒരു ഫയൽ, ഒരു PDF ഫയൽ സെലക്ട് ചെയ്യാന്ന്. സെലക്ട് ചെയ്താൽ ഇവിടെ കൺഫേം അപ്ലോഡ് കൊടുക്കുക. ആ ഫയൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്കിത് കാണിച്ചു തരും. എന്തൊക്കെ ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്ന് കംപ്ലീറ്റ് കാണിച്ചു തരും. ഇതിൽ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസുകൾ ഉണ്ടെങ്കിൽ അത് റെഡ് മാർക്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഡീറ്റെയിൽസിൽ കംപ്ലീറ്റ് കാണിച്ചു തരും. ഇനി നമുക്ക് ഒരു ലിങ്ക് എങ്ങനെയാണ് ഇതിൽ ചെക്ക് ചെയ്യുക, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണ്ടേ? നമുക്ക് പല ലിങ്കുകളും വാട്സപ്പിൽ കൂടെ അല്ലാണ്ടൊക്കെ പല ലിങ്കുകളും വരികയല്ലേ. ഒരു ലിങ്ക് ഞാനൊന്ന് എടുക്കട്ടെ. വാട്സപ്പിൽ വന്ന ഒരു ലിങ്ക് എടുക്കാം. വാട്സപ്പിൽ വന്ന ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിക്ക്. ഇനി നമുക്ക് ഈ URL എന്നുള്ളിടത്തിൽ ഇവിടെ നമുക്ക് ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ, നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കംപ്ലീറ്റ് ഇതിൽ കാണിച്ചു തരും. ഇതൊരുപാട് സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ സ്കാൻ ചെയ്യുന്ന നേരം തന്നെ അതിന്റെ ഡീറ്റെയിൽ എടുക്കാണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് നമ്മളെ ഫോണിലുള്ള ഏതൊരു ഫയലും, നമുക്ക് സംശയമുള്ള ഫയലുകൾ ഏതും നമുക്ക് ഇതിൽ കൂടെ ഫ്രീ ആയിട്ട് സ്കാൻ ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, വൈറസ് ഉണ്ടോ, മലീഷ്യസ് ആയിട്ടുള്ളത് എന്തെങ്കിലും സ്പാം ആയിട്ടുള്ളതുണ്ടോ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ലിങ്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ ഫോണിലുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പാവം ഓലിക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.